ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫി ഫ്ലേവർ. എല്ലാവർക്കും സുഖം തന്നെയാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ നിൽക്കേണ്ടത് ഓൾ വേണം പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ആരും ഈ കുഞ്ഞു ചാനൽ മൈൻഡ് ചെയ്യാതെ പോവല്ലേ. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണിത്. നിങ്ങൾക്ക് അഥവാ എല്ലുള്ളത് യൂസ് ചെയ്യാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല മിക്സ് ചെയ്യാം. നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ അവിടുന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മളിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം. ഇവിടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. നമ്മുടെ സവാള ഇവിടുന്ന് സോഫ്റ്റ് ആവട്ടെ. അപ്പം നമുക്ക് ചിക്കൻ എന്തായാലും നമുക്ക് പോയി നോക്കാം. അതാരും മറക്കണ്ട. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ സവാളയൊക്കെ ഇവിടെ സോഫ്റ്റായി. നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് എടുത്തിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. എല്ലാം കൂടെ നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇവിടെ തക്കാളി ഉള്ളി എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മെരിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തത്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ അരപ്പിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് ഒന്ന് അരച്ചൊന്നും കൂടെ വേവിക്കാം.
നമ്മൾ 5 മിനിറ്റ് ശേഷം നമ്മളിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ചിക്കനിലെ മസാല എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സർവിങ് ബോളിലേക്ക് മാറ്റിയാലോ. വളരെ ടേസ്റ്റിയും സിമ്പിളുമാണ്. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കാനും മറക്കലും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ ഇനി കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.